ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുട്ടിക്കാനത്തുള്ള ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് പോകുന്നത്. വിന്റർഫെൽ ഇൻ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് നമ്മൾ ആ ഒരു മെയിൻ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ചൊക്കെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസോർട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏർലി മോർണിംഗിൽ കാറിൽ മിസ്റ്റൊക്കെ വീണ് ഇങ്ങനെ നന്നായിട്ട് തണുത്ത് മരവച്ച് കിടക്കുന്ന ആ ഒരു സ്പേസാണ്. അപ്പോൾ ഏർലി മോർണിംഗ് വ്യൂ ആണിത്. അത് നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ ബേർഡ്സിൻ്റെ ചിർപ്പിങ്ങും അതുപോലെ ഈ നല്ല തണുപ്പും ഈ സമയത്തൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഗെറ്റ് ടുഗദറിനും ഇപ്പോൾ ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പേസാണ് ഈ കുട്ടിക്കാനത്തുള്ള വിന്റർഫെൽ ഇൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിസോർട്ട്. ആക്ച്വലി ഇതൊരു മലയുടെ ചെരുവിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. റോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആവശ്യത്തിനുള്ള കാർ പാർക്കിങ് കാര്യങ്ങളുണ്ട്. 2 കോട്ടേജസ് അടുപ്പിച്ചായിട്ടാണ് ഒരു ബിൽഡിംഗ് പോലെ സെറ്റ് ചെയ്യുന്നത്. ബാക്കി കുറച്ച് ടെൻറ്റ് സെറ്റപ്പ് ഉണ്ട്. അത് കുറച്ചുകൂടെ മേളിലോട്ടാണ്. നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്പേസാണ്. ഈ ചെരുവിൽ നിന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ റിസോർട്ടാണ്. വളരെ ഒതുങ്ങിയ ഒരു റിസോർട്ടാണ്. നമുക്ക് നല്ല വ്യൂ ആണ് റിസോർട്ടിൽ നിന്ന്. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണ് റോഡ് സൈഡ്. നേരെ മേളിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു സ്പേസ്. അപ്പോൾ അടിപൊളിയാണ്. കോട്ടേജ് 2 കണ്ടില്ല, അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. അവിടെ നിൽക്കുമ്പോഴും നമുക്ക് നല്ലൊരു ആംബിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പുറത്ത് ആ ഒരു മലയും പ്രകൃതിയും ആ ഒരു പച്ചപ്പും ആ ഒരു മലയിടുക്കെല്ലായിട്ട് നല്ലൊരു ആംബിയൻസ് ആണുള്ളത്. അപ്പം നമുക്ക് പതുക്കെ മേലോട്ട് കയറാം, നടന്ന് കയറാം. നമുക്ക് ഒരു വാക്കിനൊക്കെ ഇറങ്ങാൻ പറ്റിയ സ്പേസാണ്. നമുക്ക് അവിടെ നോക്കിയാൽ വെള്ളച്ചാട്ടത്തിന് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. വിന്റർഫെൽ റിസോർട്ട് നമ്മുടെ നിന്ന് മേടിച്ചത് 4000 രൂപയാണ്. ഈ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4000 രൂപയ്ക്ക് ഇത് ഭയങ്കര എക്കണോമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ശനി ഞായർ റേറ്റ് വ്യത്യാസമുണ്ട്. അതേപോലെ ഫെസ്റ്റീവ് സീസണ് റേറ്റ് വ്യത്യാസമുണ്ട്. അതേപോലെ ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. അവർ ഫുഡ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള സ്പേസാണ് തന്നിട്ടുള്ളത്. ഫുഡ് നമ്മൾ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് അവർ വാങ്ങിച്ചു കൊണ്ടുതരും. അല്ലാത്ത പക്ഷം നമുക്കവിടെ ഒരു കിച്ചൺ അവൈലബിൾ ആണ്. പിന്നെ ഇതിങ്ങനെ മലയായുടെ ഒരു ചെരുവായതുകൊണ്ട് കംപ്ലീറ്റ് സ്റ്റെപ്സ് ആണ്. ഇച്ചിരി കയറി ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക് ഉണ്ട്. അങ്ങനെയാണ് സംഭവം. ഈ കാണുന്ന കോട്ടേജ് മാത്രമല്ല, പുറകിൽ ടെൻറ്റും ഉണ്ട്. പിന്നെ ചെറിയൊരു പോണ്ട് പോലെയൊക്കെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചേക്കുന്ന. റൂംസൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്, നല്ല നീറ്റാണ്, ഒരു പ്രശ്നമില്ല, നല്ല സ്പേഷ്യസുമാണ്. അതുപോലെ ഈ ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല മൂടാണ്. ഈവനിങ് ഒക്കെ നമുക്ക് അവിടെ എന്താ പറയുക, കമ്പനി അടിച്ചിരിക്കാൻ നല്ല രസമാണ്. അതുപോലെ 2 കോട്ടേജ് പോലെയാണ് ചെയ്തേക്കുന്നത്. കുളത്തിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇതിങ്ങനെ വരാൻ നേരത്ത് താഴത്തെ സ്വിങ്, ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള പോലെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് അവിടുന്ന് മേലോട്ട് കയറാം. മേലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയ ആണ് നമ്മൾ മേലോട്ട് കയറിയ കാണാൻ പോണത്. പോകുന്ന വഴിക്ക് അത്യാവശ്യം പൂക്കളും ഫ്ലവേഴ്സും എല്ലാം ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. നമ്മൾ മേലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കിച്ചണും കാര്യങ്ങളും, അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്, അതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ്, പിന്നെ ഗ്യാസ് അവൈലബിൾ ആണ്, പാത്രങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ വേണ്ട ഫുഡ് നമ്മൾ കൊണ്ടു ചെന്നാൽ മാത്രം മതി, നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റും. കുക്ക് ചെയ്യാം. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗെറ്റ് ടുഗദറിന് അല്ലെങ്കിൽ കമ്പനിക്കാർ കൂടി പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. അപ്പോൾ ഇതാണ് ഏകദേശം നൈറ്റിൽ ഒരു ആംബിയൻസ്. ഇങ്ങനെയാണ്. നമ്മൾ ലൈറ്റൊക്കെ വരും, നമുക്ക് കുക്കൊക്കെ ചെയ്യാം. നൈസ് ആംബിയൻസ് ആണ് രാത്രിയിൽ. ഇതാ കിച്ചൻ്റെ അവിടെ ഉള്ളൊരു ബാൽക്കണി വ്യൂ പോലെയാണ്. അവിടെ വന്നാലും നമുക്ക് ഈ താഴെയുള്ള മലയും എല്ലാം കാണാൻ പറ്റും. നല്ല പ്രൈവസി കിട്ടുന്നൊരു സ്പോട്ടാണ്. വേറൊരു സീനും ഇല്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കയറുവാണെങ്കിൽ ഇതിൻ്റെ മേളിലൊരു മലയുണ്ട്. അത് നല്ല കയറ്റമാണ് ശരിക്കും. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻറ്റ് സെറ്റപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്യാങ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ചിലർക്ക് ടെൻറ്റൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നെങ്കിൽ ടെൻറ്റിൽ നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ടെൻറ്റ് ഉണ്ട്. ടെൻറ്റിൻ്റെ മേളിലും ഒരു ചെറിയൊരു കോട്ടേജ് പോലെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കുക്ക് ചെയ്യാം. പിന്നെ ചെയർസൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തണുപ്പുള്ളൊരു രീതിയിലാണ്. തീരെ വെയിൽ ഇങ്ങോട്ട് കയറത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പേസ്. അങ്ങനെ 3-4 ടെൻറ്റ് അവിടെ ഞാൻ അവൈലബിൾ ആയിട്ട് കണ്ടു. അപ്പം നമ്മളത് വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യണതിനനുസരിച്ച് അത് കിട്ടും. ടെൻറ്റ് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്, ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ മേളിലും കിച്ചൺ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ 2 കിച്ചൺ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് തിരക്കുള്ള സമയത്താണ് മേളിലും താഴെ ആയിട്ട് ആൾക്കാർ വരും. പ്രൈവസി നമുക്ക് കിട്ടും. അത് ഇച്ചിരി കുറച്ച് കയറിയാണ് ഇത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നല്ല മലയുടെ കാഴ്ചകളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല തണുപ്പും നല്ല ഒരു ആംബിയൻസുമാണ് വിന്റർഫെല്ലിൽ. ആ കുട്ടിക്കാനത്ത് ആ ഒരു മിസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.